ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവരും പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന റാഹത്താണ് കമൻറ്റ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ 2-3 ദിവസമായിട്ട് ഭയങ്കര തകർത്ത വിഷയങ്ങളാണല്ലേ. എന്താ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രണവ് പ്രവീൺ ഒരു കുടുംബത്തിലെ ഭയങ്കരമായിട്ടുള്ള എന്താ വിഷയങ്ങൾ നടക്കുമല്ലേ. അപ്പം ഞാനും ഇന്നലെ അടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും പ്രതികരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എന്തെന്ന് വെച്ചാൽ എനിക്കറിയാം ഇത് ഉഡായിപ്പിൻ്റെ പരിപാടിയാണെന്ന്. ആ വീഡിയോസ് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് റീച്ചിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ്. അതായത് പ്രവീണോ പ്രണവോ ആരോ ഒരാൾ വന്നിട്ടാണല്ലോ ആദ്യം വീഡിയോസ് ചെയ്തത്. അതിന് ശേഷമാണ് 2 ദിവസം മുന്നേ മറ്റേ ആ കുട്ടിയെ അടിച്ചെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടത്. അപ്പോഴും പിന്നെ എനിക്കെന്തോ അത് ശരിയായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഒരു പൂർണ്ണ ഗർഭിണിയെ ചവിട്ടുക തല്ലുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് എന്താ അതായത് ഒരു മരുമകളെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഫീലാവും. അങ്ങനെ എനിക്ക് ഫീലായിട്ട് ഞാൻ ഒന്നും പ്രതികരിക്കാൻ പോയില്ല. എന്തെന്ന് വെച്ചാൽ എനിക്ക് കേസും കാര്യങ്ങളൊക്കെ ആവുന്നെങ്കിൽ എൻ്റെ വഴിക്കൊന്നും പോകാൻ സമയമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇട്ടു. പ്രതികരിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അറിയാം 2-3 ദിവസം കഴിയുമ്പോൾ ഇവർ വീണ്ടും സെറ്റ് ആവുമെന്ന്. അപ്പോൾ അത് തന്നെ ഇപ്പം സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. അവർ വീഡിയോസൊക്കെ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, അവർ ഒന്നിക്കാൻ പോകുന്നെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബേഴ്സൊക്കെ അവരെ ജീവിതകഥ എടുത്തിട്ട് എന്താ റീച്ചിന് വേണ്ടിയിട്ട് പല ഇതും ചെയ്യുന്നെന്നൊക്കെ പറയുന്നു. അവരല്ലേ അവരെ തന്നെ നാറ്റിച്ച് എന്താ പറയുക, അവരെ കുഴി അവർ തന്നെ തോണ്ടി എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇപ്പം കുറ്റം എല്ലാം കുറേ യൂട്യൂബേഴ്സിനായിട്ടോ. അവരുടെ വീട്ടിലെ കാര്യം അവർ തന്നെ പുറത്ത് പറഞ്ഞു. എന്തിനാ ഇടാൻ പോയി? അവരവരെ വീട്ടിൽ നടക്കുന്ന കാര്യം അവരവർ പറഞ്ഞു തീർത്താൽ പോരെ. കുടുംബകലഹം അല്ലെങ്കിൽ കോടതിയിൽ തീർക്കുക, അല്ലെങ്കിൽ വീട്ടിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക. ഇതൊക്കെ എടുത്ത് യൂട്യൂബിനകത്ത് ഇട്ടിട്ട് എന്താ കിട്ടുന്നത്? ക്യാഷ് കിട്ടും, റീച്ച് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതാണ് ഇവർ പ്രതീക്ഷിച്ചതെന്ന്. റീച്ച് കയറുക, ചാനലിന് റീച്ച് ഉണ്ടായിട്ട് ക്യാഷ്, അതായിരിക്കാം. അത് കുറേ പൊട്ടന്മാരിരുന്ന് കാണുന്നു, അവർക്ക് റീച്ച് ഉണ്ടായി കൊടുക്കുന്നു. ഇപ്പം എന്തായി? അപ്പോൾ ഇവരെ വീഡിയോസ് എന്താ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ആ പയ്യന്മാർ ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലോ. ഡാൻസിനോട് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റയിലാണ് ഇവരെ വീഡിയോസ് ആദ്യം കാണുന്നത്. പിന്നീടാണ് ഇവർ യൂട്യൂബ് തുടങ്ങിയിട്ട് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റീച്ചിന് വേണ്ടി ആയാലും എന്തിനു വേണ്ടി ആയാലും കുടുംബകാര്യങ്ങൾ ഇപ്പൊ പ്രണവോ പ്രവീണോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടൊന്നും ഇതൊരു കാര്യമില്ല. അതൊക്കെ നേരത്തെ മനസ്സിലാക്കാനുള്ളതില്ല. സോഷ്യൽ മീഡിയയാണ് എല്ലാം എന്ന് വിചാരിക്കുന്നത് ഫസ്റ്റത്തെ തെറ്റ്. കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടാതിരിക്കുക, അപ്പോൾ തന്നെ ഒരുവിധം വിഷയങ്ങൾ ഉണ്ടാവാണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് കണ്ടു. അതുപോലെ തന്നെ മറ്റേ അൽത്താഫ് എന്ന് പറയുന്ന ബ്രോ അതിനെ പറ്റിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തേക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ കൊടുക്കാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കിത് പറയണമെന്ന് തോന്നിയത്. ഞാനിത് പ്രതീക്ഷിച്ചതാണ്. റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുക. ഓക്കെ, കണ്ടേക്കാം, ആളുകൾക്കല്ലേ കാണുമെന്ന് താല്പര്യം, കണ്ടേക്കാം. ഇതിനൊക്കെ ഞാൻ രൂക്ഷമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രണവ് പ്രവീൺ, നിങ്ങളുടെ ഫാമിലി, ആ പെങ്കുച്ച്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കാണിച്ച പരിപാടികൾ നിങ്ങളുടെ ഫാമിലി തീർക്കേണ്ട കാര്യമായിരുന്നു, കുടുംബക്കാർ പറഞ്ഞു തീർക്കേണ്ട കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവിച്ചെങ്കിൽ കേസ് കൊടുത്ത് തീർക്കേണ്ട കാര്യമായിരുന്നു. അത് വന്നിട്ട് നീ പറയുന്ന നിങ്ങൾക്ക് ലക്ഷങ്ങൾ പിന്നെയും കിട്ടി. അതിന് തന്നെ 65 ലക്ഷം 50 രണ്ടും കൂടെ കോടിക്കണക്കിന് വ്യൂസാണ്. കണ്ടോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, കാഴ്ചക്കാരെ, ഇവർക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്. ഒന്നെങ്കിൽ ഇവർക്ക് കിട്ടി എല്ലിൻ്റെ ഇടയ്ക്ക് നിന്നതിൻ്റെ കയറിയത്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തോ വലിയ ഇഷ്യൂ ഉണ്ട് ഇവർക്ക് പുറത്ത് പറയാൻ പറ്റാത്തത്, തമ്മിൽ പറയാത്തത്. അതിന് പുറത്ത് വരും, ഒരു ദിവസം കുത്തി മണപ്പിച്ച് പുറത്ത് വരുത്തും. നമുക്ക് എന്തെങ്കിലും കേൾക്കാം. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആരോടും അതിന് സംസാരിക്കാറില്ല. ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പോഴും. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ പൊന്നെ, അഭിനയിച്ചങ്ങ് തള്ളല്ലേ സവാരങ്ങളെ. എന്തുകൊണ്ടേ പറയാങ്ങ്. അവ ഒരിക്കലും എൻ്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവൻ്റെ അനിയനാണ് എൻ്റെ ചേട്ടനവൻ, അതൊരിക്കലും മാറത്തില്ല. അതുണ്ടായിരുന്നുണ്ടെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിലാണ് പറഞ്ഞു തീർക്കേണ്ടത്, ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചല്ല പറഞ്ഞു തീർക്കേണ്ടത്. ഞങ്ങളെപ്പോലുള്ള കുത്തി വലിക്കുന്ന, കുത്തി കീറുന്ന, റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ട് ഇട്ട് തരുകയല്ല ചെയ്യേണ്ടത്.
ഒരു കുടുംബം നല്ലൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പേര് പാടുപെടുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം കൂലിപ്പണി എടുത്ത് ജീവിക്കണമായിരുന്നു, യൂട്യൂബും കളഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി. ഇത് വന്ന് നാട്ടുകാരെ കാണിച്ചിട്ട് നാറിയൊരു ഇതല്ല കാണിക്കേണ്ടത്. എനിക്ക് അവരോട് തന്നെ പറയാനുള്ളത്, എല്ലാം വന്ന് വലിച്ച് വെളിയിലിടും. അവസാനം സമൂഹം എല്ലാം കണ്ട് പറയുന്നുണ്ട് അവരെപ്പോലെ ആവണം. ആ അച്ഛനെ അമ്മയും അനിയന്മാരും ഭാര്യയും കണ്ടോ എന്തൊരു സ്നേഹത്തോടെ ഇത് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ഇവരെ പറഞ്ഞിട്ടായിരിക്കും വേറെ പല കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരെ കണ്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കാണിക്കുന്ന തോന്നിയ ദിവസം കണ്ടില്ലയോ? തോന്നിയ ദിവസം തന്നെ പറയുന്നത്